ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് റിനോവേഷൻ പ്രൊജക്റ്റ് ലാഭകരമാണോ എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ സംസാരിക്കാം. നമ്മുടെ കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ചെയ്ത നമ്മുടെ തന്നെ ഫേമായ കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ചെയ്ത ഒരു റിനോവേഷൻ പ്രൊജക്റ്റാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ പഴയ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ പഴയ പോർഷനാണ്. ഇത് നമ്മൾ ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ടോട്ടലി മേക്ക് ഓവർ ആയിട്ട് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുന്നത് ഈ ഒരു രൂപത്തിലാണ്. അത് നമുക്ക് ലാഭകരമാണോ അല്ല അതെന്താണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം, പഠിക്കാം. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. ഇതിൻ്റെ ലിവിങ് ആൻഡ് ഡൈനിങ്, എക്സ്റ്റീരിയർ കാഴ്ചകൾ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്, റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. റിനോവേഷൻ പ്രൊജക്റ്റുകൾ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആൾമോസ്റ്റ് 94 പ്രൊജക്റ്റ് ഓൺ ഗോയിങ് ആണ്. അതിലൊരു 30ഓളം പ്രൊജക്റ്റ് റിനോവേഷൻ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ റിനോവേഷൻ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു കുറച്ച് കുണ്ടിലാണ് ഈ സൈറ്റ്. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അതായത് വർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് അത് ഫുള്ളാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗേറ്റ് ഫണ്ടർമാക്സ് ഇൻഡസ്ട്രിയാണ് കൊടുത്തിട്ടുള്ളത്. MS-ൻ്റെ റാഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗേറ്റൊക്കെ ഞാൻ വിശദീകരിക്കാൻ കാരണം എന്താ വെച്ചാൽ പല ആളുകളും ആ ഗേറ്റിൻ്റെ ഡിസൈൻ അയച്ചു തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ ഗേറ്റാണ്. കോബിൾ സ്റ്റോൺ ആണ് ഇത് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടിക്ക് പ്രഷർ വരുന്ന, നല്ല ഡാമേജ് വരുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ കുത്തനുള്ള ഇറക്കമായതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ സൈഡ് കൂടി ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിന് നമ്മൾ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു. വ്യത്യസ്തമായ പ്ലാന്റുകൾ വെച്ചിട്ട് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു കർവ് രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള 2 മരങ്ങളും നമ്മൾ എന്ത് ചെയ്തു നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മാവുണ്ട്, ആ ഒരു ഭാഗത്തും ഒരു മാവുണ്ട്, കുറഞ്ഞ ഭാഗമുണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇവിടെ ഇല്ലായിരുന്നു. മൂപ്പർക്കര നല്ല റോഡിൻ്റെ ഫ്രണ്ടേജാണ് ഈ വീടുള്ളത്. ആ ഒരു ഭാഗം ബിൽഡിംഗ് ഉണ്ടാക്കിയതിന് ശേഷമാണ് മൂപ്പർ വീടിന് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കർവൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി കറക്റ്റ് ഒടിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കർവ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് ബെസ്റ്റാണ് കോബിൾ സ്റ്റോൺ. ഇങ്ങോട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് താന്തൂർ സ്റ്റോണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വെയിലാണ്, അതുകൊണ്ട് ഗ്ലാസ് വെക്കുന്നത്. ഇവിടെ താന്തൂർ സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ ഇവർക്കൊരു പോർച്ചായിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പഴയ വീടിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പഴയ വീടിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഒരു പുതിയ വീടാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഇത് ലാഭകരമാണോ അല്ലേ എന്നുള്ളത്. ഇത് ശരിക്കും പറയുകയാണ് ഈ റേഞ്ചിൽ ഒരു എക്സ്റ്റീരിയറിനെ മാറ്റുകയാണെങ്കിൽ ആക്ച്വലി ലാഭകരം തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭമില്ല എന്നുള്ളൂ. അതായത് ഒരു വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ്. അതായത് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് 90 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നത്. ആ 90 ലക്ഷം രൂപയിൽ ഒരു വീട് റിനോവേഷൻ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ തറൻ്റെ വർക്കും സ്ട്രക്ചറിൻ്റെ വർക്കും മാത്രമാണ് അവർക്ക് പ്രോഫിറ്റ്. അതിന് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യണത് ഒരു 800 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എത്ര ലാഭക, ഒരു 16-20 ലക്ഷം രൂപയൊക്കെയാണ് നമുക്ക് ഇതിന് പ്രോഫിറ്റ് ഉള്ളത്. ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ എന്തെങ്കിലും ഇതിന് അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ആയിട്ടുണ്ടാവും. അതിന് കാരണം എന്താ വെച്ചാൽ ഈ പഴയ വീടായ സമയത്ത് ഈ ഇൻ്റർലോക്ക് ഇല്ല, ഈ ലാൻഡ്സ്കേപ്പിംഗ് ഇല്ല, ഇതേ രൂപത്തിൽ സിറ്റ് ഔട്ട് ഇല്ല, ഈ പെയിൻറ്റിങ്ങോ ഈ ഫ്ലോറിങ്ങോ എല്ലാം ചേഞ്ച് ചെയ്യാണ്. ഇതെല്ലാം ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ ഫ്ലോറിങ് അതന്നെ നിലനിർത്തി, പെയിൻറ്റിങ് അതന്നെ നിലനിർത്തി, ജസ്റ്റ് സ്ട്രക്ചറിൽ മാത്രം മാറ്റി ചെറിയ ചെറിയ സൗകര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിനോവേഷൻ ലാഭകരമാണ്. ഇതെന്ന് പറയുമ്പോൾ പുതിയ വീടായി കിട്ടും, പക്ഷേ ആ പ്രോഫിറ്റ് ലാഭത്തിൻ്റെ ഒരു ഷെയർ കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും നല്ല സ്ട്രോങ് സ്ട്രക്ചർ ഉള്ള ആളുകൾക്ക് റിനോവേഷൻ തന്നെയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല ഒരു ഫെയിലായ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഡിമോളിഷ് ചെയ്തിട്ട് പുതിയൊരു വീട് ഉണ്ടാക്കുന്നതായിരിക്കും അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഉചിതം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനിലോട്ട് പോവാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെന്താ വെച്ചാൽ പഴയ വീടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴയ വീടിനെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോവാൾ പുറത്തോട്ട് ചെയ്തു. അതിനെ ഫുള്ള് ഒരു ബോക്സ് ആക്കിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗങ്ങളിൽ ഒരു റൗണ്ട് ഡിസൈന്, ഒരു സ്റ്റൂപ്പ് പൈപ്പ് കൊടുത്തിട്ട് റൗണ്ട് ഡിസൈൻ കൊടുത്തു. ഇവിടെയും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയലിൻ്റെ റൗണ്ട് പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ക ഒരു ബോക്സാണ്, ഒരു ഗ്രാനൈറ്റിൻ്റെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് ആണ്, ആ ഒരു നമ്മൾ അലുമിനിയം ഇതിൻ്റെ UPVC കൊണ്ട് ചെയ്ത
ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ്, ഒരു വെർട്ടിക്കൽ ലെവലിലാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ബോക്സ് ടൈപ്പ് ഒരു ഫ്ലാറ്റ് ഡിസൈൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വീടിന് നമുക്ക് അവിടെ നിന്ന് തന്നെ കറക്റ്റ് കാണുന്ന ഈ ഒരു ഭാഗത്ത് ബ്രിക്ക് ക്ലാഡിങ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സീലിങ്ങോടെ കൊടുത്തിട്ടുള്ള ഒരു സ്ലോപ്പ് റൂഫ്, ഒരു വൺ സൈഡ് സ്ലോപ്പ് റൂഫാണ്. അങ്ങനെ എല്ലാം കൂടി കൊടുങ്ങിയ ഒരു ഫ്ലാറ്റ് റൂഫ്. സിറ്റ് ഔട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അവിടെ ഒരു വൺ സൈഡ് ഒരു സി ടൈപ്പ് അങ്ങോട്ടൊരു ഫ്ലാറ്റ് ഉണ്ട്, ഒരു സ്ലോപ്പ് റൂഫ് ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഡിസൈനാണ് കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് തന്നെ 3 ഫേം ഉണ്ട്. നമ്മുടെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നത് കോവോ ആർക്കിടെക്ചറാണ്. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് എടുക്കുന്നത് കോവോ ബിൽഡേഴ്സാണ്. നമ്മൾ ഇന്ത്യയിൽ എടുക്കുന്നത് കോവോ കോൺസെപ്റ്റാണ്. ഇവരെല്ലാം കൂടി ചെയ്ത ഒരു പ്രൊജക്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഭാഗത്ത് എന്തിട്ടുണ്ട്, നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്, മണി പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതേ ഗ്രാനൈറ്റിൻ്റെ ഫ്ലോറിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു എലിവേഷനിൽ ഏറ്റവും ഭംഗി നൽകുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിൽ ഉണ്ടാക്കിയ ഈ ഒരു ഇരിപ്പിടാണ്. ഇത് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഒരൊറ്റ പീസാക്കി തോന്നാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഗ്രാനൈറ്റ് കൊണ്ട് ഇതിനെ നമ്മൾ ഒന്ന് പൊതിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നല്ല രീതിയിൽ ഒരു ബെഞ്ചായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും റെഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് ഈ ഒരു ബെഞ്ചിൻ്റെ ഡിസൈന്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വിൻഡോൻ്റെ ഡിസൈന്, ഇവിടെ കുറച്ച് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണബിൾ ഗ്ലാസ് ഉണ്ട്, ഈ ഒരു ഭാഗത്ത് ഫിക്സ്ഡ് ഗ്ലാസ് ഉണ്ട്. ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഡിസൈന് എൻ്റർലി ഡിഫറെൻ്റ് ആവുന്നതിൻ്റെ പ്രധാന ഘടകം വിൻഡോസാണ്. നമ്മൾ ഒരു വീട്ടിൽ കൊടുത്ത ഡിസൈൻ, വിൻഡോൻ്റെ ഡിസൈൻ മറ്റൊരു വീട്ടിൽ കൊടുക്കാറില്ല. എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിൻഡോസ് കൊടുക്കും. അത് ആ എലിവേഷന് നല്ല ബ്യൂട്ടി നൽകുന്നുണ്ട്. നമ്മുടെ ഫിക്സ്ഡ് ഗ്ലാസും മുകളിൽ 3 ഓപ്പൺ ഗ്ലാസും അടിയിൽ ഓപ്പൺ ഗ്ലാസും ഇവിടെ ലൂവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു റിച്ച്നെസ്, ഈ വീടിനൊരു ഭംഗി കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന മെയിൻ ഡോറുകളൊക്കെ 2.40 ഹൈറ്റ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് പഴയ റിനോവേഷൻ വർക്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് 2.10 മാത്രമേ ഹൈറ്റ് ഉള്ളൂ. പക്ഷെ നല്ല വിടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ്. ഈ ഹാൻഡ് റെയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. കംപ്ലീറ്റ് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വുഡ് ഏരിയ ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്ത് കാലും മുക്കാലായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ആണ്. ലിവിങ് സ്പേസിൽ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു സോഫയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, നോർമൽ കർട്ടനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് ആണ്. നമുക്കറിയാം ഒരുപാട് ചുമരുകൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കവർ ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഐ സെക്ഷൻ ബീമുകൾ ഇതിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട്. അതിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടി എന്തിട്ട് ഫുള്ളായിട്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണ്, ഇതിൽ 2 ബെഡ്റൂം, ലെഫ്റ്റും റൈറ്റും 2 ബെഡ്റൂം ഉണ്ട്. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂം ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് ആൻഡ് കോംബോ ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ഡ്രസ്സിന് ഒരു എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ഹെഡ് റെസ്റ്റാണ്. ഒരു ഫോണിൻ്റെ ഒക്കെ ഡിസൈൻ വരുന്ന രൂപത്തിൽ കർവ്ഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് മൈക്കയും ഇവിടെ ഒരു ഗ്ലോസി മൈക്കയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസൈനിൻ്റെ പ്രത്യേകത ഞാൻ എടുത്ത് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂ ഉണ്ടല്ലോ, 1 mm ഗ്രൂ ആണ് ഇവിടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരൊറ്റ ഡിസൈനിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺസെപ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആ വാർഡ്രോബിലും കാണാൻ പറ്റും. ഇതേ ഒരു കോൺസെപ്റ്റ് വുഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ്, ഒരു ബെസ്റ്റ് കോംബോ ആണ് വുഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഗ്രൂ പോലും അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എലിവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിത് പഴയ വീടിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു. അതൊരു ബാൽക്കണി ആയിട്ട് ബെഡ്റൂമിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പുറത്ത് ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന ബാൽക്കണി. ഇത് ബെഡ്റൂമിൽ നിന്ന് മാത്രമല്ല ഈ ഒരു ലിവിങ് സ്പേസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങാൻ പറ്റും. ഈ ഒരു പാർട്ടിന് 2 ടൈപ്പാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് റൗണ്ട് ടൈപ്പ്, ഇതിൽ MS-ൻ്റെ റാഡ് ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ റൗണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിസൈന് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മിറർ യൂണിറ്റ് കൊണ്ട് വിശദീകരിക്കാം. നമ്മൾ മിറർ യൂണിറ്റിനൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ചെയ്യാറുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിറർ യൂണിറ്റ് ആണ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഒരു 330 360 എന്ന സൈസിലാണ് ഈ ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. ജസ്റ്റ് കോമൺ ബാത്റൂം ഒന്ന് കാണാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് അവരുടെ മെയിൻ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു മാസ്റ്റർ ബെഡ്റൂം കുറച്ച് സൈസിൽ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്
ഒരു അത്യാവശ്യം നല്ല സൈസിലാണ് മാസ്റ്റർ ബെഡ്റൂം എടുത്തിട്ടുള്ളത്. ഏകദേശം 360 420 എന്ന് പറഞ്ഞ സൈസോളം മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹെഡ് റെസ്റ്റ് ഒക്കെ വ്യത്യസ്തമായ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഗ്ലോസി മൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പ്ലൈവുഡ് ആൻഡ് മൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഹെഡ് റെസ്റ്റ് സാധാരണക്കാരെ നിലത്ത് ഇറങ്ങി കിടന്ന് വരും നമുക്ക് കുറച്ച് പൊക്കിയിട്ട് ഒരു ടേബിൾ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തത്. താഴത്താണെങ്കിൽ ആ ഭാഗത്ത് ഹെഡ് റെസ്റ്റും വാർഡ്രോബും നിന്ന് വളരെ നല്ല സ്പേസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിങ് വാർഡ്രോബാണ് മുകളിലും അതിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. ബെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡും ബെഡ്ഷീറ്റൊക്കെ നല്ലൊരു കോംബോ ആയിട്ട് തന്നെ ഒരു ഒറ്റ യൂണിറ്റ് ആക്കി രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രീൻ ടച്ച് വരുന്ന രൂപത്തിലുള്ള ഒരു പെയിൻ്റാണ് ഹെഡ് ഡ്രസ്സിൻ്റെ ഭാഗത്തുള്ള ചുമരുമ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നോർമൽ കർട്ടനും കാര്യങ്ങളും ഉണ്ട്, ഹാങ്ങിങ് ലൈറ്റുകളും വാൾ ലൈറ്റുകളും ഫാനും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിണ്ടർ ലൈറ്റുകൾ ഈ റൂമിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് നമ്മൾ സിലിണ്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത് ചെറിയൊരു മേക്കപ്പ് ഏരിയ അല്ലെങ്കിൽ ഒരു മിറർ യൂണിറ്റ് ഒക്കെ പറയുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റിന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഫ്രെയിം വരുന്ന രൂപത്തിലുള്ള ഒരു വുഡിൻ്റെ ഫ്രെയിം വരുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലാസ് ഇതിൻ്റെ മിറർ ലൈറ്റ് ഉണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളതിൻ്റെ സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ ഏരിയ നമ്മളതിൻ്റെ അടിഭാഗം നമ്മൾ കിച്ചണിലോട്ട് യൂസ്ഫുൾ ആവുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ എന്താ വെച്ചാൽ ഒരു സ്റ്റഡി ഏരിയ ചെയ്തു. ഏറ്റവും സിമ്പിളായിട്ട് മനോഹരമാക്കിയിട്ട് ചെയ്തൊരു ഏരിയയാണത്. നമ്മൾ മെയിൻ ഡോർ കടന്ന് നേരെ കാണുമ്പോൾ ഈ ഒരു ഏരിയയാണ്. ഇവിടെ ചെയ്തിട്ടുള്ളത് വിനീറാണ്. ഈ ഒരു ഭാഗം കുറച്ചും കൂടി യൂസ്ഫുൾ ആയതുകൊണ്ട് കുറച്ചും കൂടി ആളുകൾ കാണുന്ന ഒരു ഏരിയയാണ്. വിനീറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വിനീർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൈക്കിനായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ട് പറ്റിക്കപ്പെടാറുണ്ട്. നമ്മളൊരു മൈക്ക് 900 റുപ്യ ഉള്ളൂ, വിനീർ 2000 റുപ്യ അറിയും. പക്ഷെ വിനീർ പിന്നീട് എന്തൊക്കെ വരുന്നുണ്ട്, പോളിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെയല്ല മൈക്ക് ആകുമ്പോൾ അതോടുകൂടി എൻ്റെ വർക്ക് തീരും. അപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞാൽ ഏറ്റവും ഇതേപോലെ തന്നെ മൈക്ക് ഉപയോഗിക്കുകയാണ് നല്ലത്. വിനീറിൻ്റെ കൂടെ പെയിൻറ്റിങ് പോളിഷിംഗ് ഒക്കെ വരുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കൂടും. അപ്പോൾ ഇതാണ് ഒരു വാർഡ്രോബ്, ഒരു സ്റ്റഡി ഏരിയ വരുന്നത്. സ്റ്റെയർ ആണെങ്കിൽ സ്റ്റെയറിൻ്റെ ഗ്ലാസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ മോൾഡിങ്ങുള്ള ഗ്രാനൈറ്റ് ആണ് ത്രെഡിലും റൈസിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീടിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത, ഏറ്റവും റിച്ച് ആയിട്ട് ഏറ്റവും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈനിങ് ഏരിയയാണ്. എന്തുകൊണ്ട് ഈ ഡൈനിങ് ഏരിയ ഈ രൂപത്തിൽ മനോഹരമായി എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണം ഈ ഒരു ഡബിൾ ഹൈറ്റ്, അതുപോലെ തന്നെ ഈ ഹാങ്ങിങ് ലൈറ്റ്, ആ റൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിക്സ്ഡ് വിൻഡോ, അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വലിയ കർട്ടൻ, ഈ വാൾ ലൈറ്റ് എല്ലാം അതിന് ഒന്നിനൊന്ന് ഘടകമാണ്. അതിലേറ്റവും നല്ല ഘടകം എന്ന് പറയുന്നത് ഈ ഡൈനിങ് ടേബിളിൻ്റെ സെലക്ഷൻ, അതിൻ്റെ ചെയേഴ്സ്, അതുപോലെ തന്നെ അതിൽ സെലക്ട് ചെയ്ത പാത്രങ്ങൾ എല്ലാം കൂടി അടങ്ങുമ്പോഴാണ് ഈ ഡൈനിങ് ഏരിയ ഒറ്റ യൂണിറ്റ് ആയിട്ട് മാറുന്നത്. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഡ്രോയിങ് ചാർജ് പറയുന്ന സമയത്ത് പല ആളുകൾക്കും അധികമാണെന്ന് പറയാറുണ്ട്. നമ്മൾ സ്ക്വയർ ഫീറ്റിന് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വസ്തു നമ്മൾ സെലക്ട് ചെയ്യാൻ, ഒരു ടൈൽ സെലക്ട് ചെയ്യാൻ, ഒരു ടേബിൾ സെലക്ട് ചെയ്യാൻ, ഒരു ചെയർ സെലക്ട് ചെയ്യാൻ നമ്മൾ ക്ലയൻറ്റിൻ്റെ കൂടെ പോയി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അത്രയും നമുക്കൊരു 15 ദിവസത്തോളം അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചാർജും അത്രയും ഇതിൽ ഹൈ ആവാനുള്ള കാരണം. ഇനി ഇതിങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് നമ്മളെപ്പോഴും ഒരു ക്യൂട്ടാക്കാൻ അല്ലെങ്കിൽ അതിന് നല്ല ഭംഗി കൊടുക്കാൻ, നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കണ്ടാൽ മനസ്സിലാവും. ഒരു വ്യത്യസ്തമായ ടൈൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഓരോ ടൈലിൻ്റെ അടിയിൽ നമ്മൾ അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ ഷേപ്പിൽ നമ്മളൊരു വ്യത്യസ്തത കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, ഒരു ടേബിൾ ടോപ്പ് ബേസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് മനോഹരമാക്കുന്ന ഈ സീലിങ്ങിന് കൂടി അതിൻ്റെതായ പങ്കുണ്ട്. സിലിണ്ടർ ലൈറ്റ് ഉണ്ട്, സീലിംഗ് വിനീർ കൊടുത്ത് സീലിംഗ് നേരെ ഈ വാഷ് ബേസിൻ്റെ അവിടെ കണക്റ്റ് ആവുന്നു. അതേപോലെ തന്നെ ഒരു ഡിസൈനാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മളെ കോവോ ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റ് ഏത് വർക്ക് എടുത്തു കഴിഞ്ഞും ബേസ് യൂണിറ്റ് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കാറില്ല, അത് തുറന്നു വെക്കും. പക്ഷേ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, മനോഹരമാക്കി അത് ഡിസൈൻ ചെയ്യാറാണ് പതിവ്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചൻ്റെ കാഴ്ച ഒന്ന് കാണാം. കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചൺ കുറച്ചും കൂടി സ്പേഷ്യസ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ യൂണിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ സിമ്പിളായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് മൈക്കാണ് ഉപയോഗിച്ചത്. വൈറ്റ് ഉപയോഗിക്കുമ്പോൾ കിച്ചണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വൈറ്റ് കിച്ചണ് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ. ഇവിടെ ഒരു ഗ്രേയും ഇവിടെ ഒരു വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈറ്റ് കുറഞ്ഞ വിൻഡോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള ടൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കിച്ചണാണ്. കൂടുതൽ ആഡംബരങ്ങളൊന്നുമില്ല. അവർ മെയിനായിട്ട് എന്താ വെച്ചാൽ ഒരു ഷോ കിച്ചൺ എന്ന രീതിയിലും മാത്രമല്ല അവരുടെ ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അവരുടെ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത് ഈ വർക്ക് ഏരിയയാണ്. അപ്പോൾ ഞാൻ കിച്ചൺ വിശദീകരിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു സ്റ്റെയറിൻ്റെ ഏരിയ യൂസ്ഫുൾ ആക്കിയിട്ടുള്ളത് കിച്ചൺ ഉപയോഗപ്പെടുന്നത് നമുക്ക് സ്റ്റോർ റൂമും കാര്യങ്ങളും
അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റെയറിൻ്റെ അടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കിച്ചൺ ഇവിടെയാണ് അവരുടെ മെയിൻ വർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആലുവ അടുപ്പ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ സിങ്ക് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെയാണ്. ഇവിടെ ഒന്നും കൂടി കോസ്റ്റ് കുറച്ചിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്തിട്ടുള്ളത്. ഇവരാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത്. കിച്ചൺ ഒരു കുറച്ചും കൂടി സ്പേസസ് ആയിട്ട് ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് അവർ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറുണ്ട്. ഇനി മുകളിൽ നമുക്ക് 3 ബെഡ്റൂം കാണാനുണ്ട്. ജസ്റ്റ് അതിൻ്റെ കാഴ്ചയിലോട്ടൊന്ന് പോകാം. അപ്പോൾ ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് പറയാനുള്ളത്. സ്റ്റെയർ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ ത്രെഡും ഡൈസും മാറ്റി വേറെ വേറെ കളർ കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഒരു ജാളി വർക്കുകൾ, ഒരു ടെറാക്കോട്ട ജാളി വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കിച്ചണിൻ്റെ മുകളിലോട്ടുള്ള ഒരു ഓപ്പൺ ഡ്രസ്സിലോട്ടുള്ള ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യാത്തൊരു വർക്കാണ്. ഇനി നമ്മൾ സ്റ്റെയർ കയറി എത്തിക്കഴിഞ്ഞാൽ നോർമൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലോട്ടാണ് വരുന്നത്. ആ സ്പേസ് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തിട്ടില്ല, സിമ്പിളാക്കി ഇട്ടുകയാണ്. ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം മാത്രമേ അവർ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് ഏറ്റവും ഒരു അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുന്നുള്ള ആ ഡൈനിങ് ഏരിയൻ്റെ കാഴ്ചയാണ്. ആ ഡൈനിങ് ടേബിൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ഈ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്യണമാണ്. ലൈറ്റ് നമുക്ക് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നല്ല പ്രൈസ് വരും. ഇത് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. ഇതിൻ്റെ സീലിങ്ങിൻ്റെ ഡിസൈനും എടുത്തു പറയേണ്ടത് തന്നെ. ഈ ഡൈനിങ് ഹാളിലേക്ക് മാക്സിമം വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു റൗണ്ട് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 ബെഡ്റൂം നമ്മൾ പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല. ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ഇൻറ്റീരിയറും കളൊക്കെ സെറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഡിസൈൻ ഒരു യുണീക്ക് ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സപ്ലൈ മനസ്സിലാവും, ഇതിൻ്റെ ടൈൽ ഉണ്ടല്ലോ, ഈ ടൈലിന് മാച്ച് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മാച്ച് ആക്കുന്ന രൂപത്തിൽ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി മനസ്സിലാവും, ഇവിടെ ഒരു ലൈറ്റ് ഒരു ക്രീം, അതിൻ്റെ ക്രീം ടച്ച് നമ്മൾ ബെഡ്ഷീറ്റിൽ കൊടുന്നു. അതിൻ്റെ ഒരു ടച്ച് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു വുഡൻ കോമ്പോയിൽ വൈറ്റിലും കൊടുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്തു, അതുകൊണ്ട് കുറച്ച് ഡാർക്കായിട്ട് നമ്മൾ ഒരു ഹെഡ് റെസ്റ്റ് ചുമര് കൊടുന്നു. സീലിംഗ് അതിന് കണക്റ്റ് ആക്കി. ഒരു വാൾ ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു റൗണ്ട് ഷേപ്പ് ഡിസൈൻ, ഇതാണ് നമ്മൾ ഈ വീട്ടിലെ പല സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പാണ്. ഇതൊരു ഗ്ലോസിയും ഇതൊരു മാറ്റ് വിനീറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മിറർ യൂണിറ്റ് ഈ ഒരു ഭാഗത്തോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അലമാര ആണെങ്കിൽ അലമാരയും ഇവിടുന്ന് ബാത്റൂമിൻ്റെ ഈ ഭാഗങ്ങളായി മാറ്റിയിട്ട് ഒരു സ്ലൈഡിങ് അലമാരയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ച കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂം കൂടുതൽ ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എവിടെയാണോ ബെഡ്റൂം ഉണ്ടായത് അതിൻ്റെ ആ ഒരു പോർഷനിൽ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമും കിടക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ജസ്റ്റ് അതിൻ്റെ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ് 2 ബെഡ്റൂം ഉള്ളത്. പക്ഷേ പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ കാണിക്കുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഒരു ബാൽക്കണിയും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു ബാൽക്കണിയാണ്, വളരെ കുഞ്ഞുമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാനുള്ള മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ, ഡോർക്കം വിൻഡോൻ്റെ ഡിസൈനാണ്. വളരെ മനോഹരമാക്കി ചെയ്ത ഒരു ഡോർക്കം വിൻഡോ ആണ്. ഈ ഒരു ഭാഗത്ത് ഇതിന് ചെറിയൊരു പോർഷൻ ഫിക്സ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ആകുന്ന രൂപത്തിൽ ഒരു ഡോറിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർക്കിനെ കുറിച്ചിട്ട് നമുക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.